നമസ്കാരം. ഇന്ന് ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്ന് ഹൗസിനുള്ളിലെ ഒരു ഇവക്ഷൻ നടന്ന ദിവസമായിരുന്നു. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം തൊട്ടേ അറിഞ്ഞ കേസുകളാണ് ഇത്, ന്യൂസൊക്കെയാണ്. അതായത് ഇന്ന് ഒനിൽ സാബു ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ അദ്ദേഹമാണ് ത്യാഗം എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. അവിടെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു നമ്മൾ അതിനു വേണ്ടി. ഒനിയിലായിരിക്കും എന്ന് അറിയാം നമുക്ക്. പക്ഷേ ഈ സീസണിൽ ഇതുവരെ എവിക്ഷനൊക്കെ ആയി പോയപ്പോഴും പലരും എവിക്ഷനായി പോയിട്ടും ചിലർ നമ്മൾ അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒനിൽ സാബ് ഇന്ന് എവിക്റ്റായി പോയപ്പം എവിടെയോ എന്തോ ഒരു ചെറിയൊരു വിഷമം പോലെ തോന്നിയാൽ അല്ലേ? അദ്ദേഹം അവിടെ നിന്നപ്പോൾ നമ്മൾ തോന്നാതിരുന്നൊരു വിഷമം പോയ സമയത്ത് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ. അന്യായ സ്വാഗതമാണ്. എന്ത് രസമായിട്ട് അദ്ദേഹം അവിടെ ഓരോന്നും ആ ഒരു പാട്ടും ഒക്കെ ഇട്ട് അദ്ദേഹത്തിന് സംസാരം ഞാൻ അത്ര ശ്രദ്ധിക്കുന്നത്. അതായത് അദ്ദേഹം ഇത്രയും നന്നായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഗെയിം എന്നുള്ള കാര്യം ഇന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കണ്ടു. ഭയങ്കര ഭംഗിയാണ്. ഇത്രയും നാൾ നമ്മുടെ മാസ് കാണിച്ചിരുന്ന ഷാനവാസിനെയൊക്കെ അതിന് മേളി എന്ന് പറയാൻ പറ്റും ഇന്നത്തെ ആ വീഡിയോ ഒക്കെ. നല്ല രസമാണ്. ജസ്റ്റ് ആ ഒരു 2 മിനിറ്റിന്റെ ആ ഒരു വീഡിയോക്കകത്ത് ആ റാപ്പ് സോങ് വിത്ത് ഒനിലിന്റെ ബിഗ് ബോസ് ഹൗസിലെ ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് രക്ഷയില്ല, അന്യ റേഞ്ച് പിടിച്ച സാധനമായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു ഈ മനുഷ്യൻ ഇത്രയും സ്വാഗു അന്യ സാധനമായിരുന്നത്. അതിനുശേഷം പുള്ളി ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു വിഷമം പോലെ. പിന്നെ ഇന്നത്തെ ദിവസം ലാലേട്ടൻ പതിവ് പോലെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കാനെ കൊണ്ടാണ് തുടങ്ങിയത്. അതിനകത്ത് ആദ്യത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബിഗ് ബോസിൻ്റെ നല്ല വശവും അതുപോലെ ബിഗ് ബോസിൻ്റെ ഇന്നലെ ആയിരുന്നു അല്ലേ? ബിഗ് ബോസിൻ്റെ നല്ല വശവും അതുപോലെ ബിഗ് ബോസിൻ്റെ ഒരു മോശവശവും നെഗറ്റീവും പറയാനെ കൊണ്ട് ബിഗ് ബോസിനെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് എല്ലാവരും. അതാണ് ബിഗ് ബോസിന് അത്ര ബിഗ് ബോസ് ട്രിഗറാന്ന് പറയത്തില്ലേ, അതുപോലെ. അല്ലെങ്കിൽ ബിഗ് ബോസിന് ഫീലായി പോയി ശരിക്കും. പ്രതീക്ഷിച്ചില്ല അത്ര എല്ലാവരും എടുത്തിട്ട് ഇതാക്കി കളയുന്നത്. ലാലേട്ടൻ ഇന്ന് ഓരോരുത്തരുടെ അടുത്തും അവർ ബിഗ് ബോസിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ കാര്യങ്ങൾ ഓരോ കണ്ടസ്റ്റന്റിനെയും എണ്ണിച്ച് നിർത്തി ചോദിക്കുന്നുണ്ടായിരുന്നു. ഓരോന്നിനും പ്രധാനപ്പെട്ട ചിലരെയൊക്കെ അല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം അത് ലൈവിലായിരുന്നു സംഭവം കേട്ടോ. ഇത് നമ്മൾ അല്ലാതെ എപ്പിസോഡിലൊന്നും ഇല്ലായിരുന്നത്. ഞങ്ങൾ ലൈവ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മുടെ ഓരോരുത്തർക്കും ഉള്ള ബിഗ് ബോസിനോടുള്ള അഭിപ്രായത്തിൽ, നെഗറ്റീവ് അഭിപ്രായത്തിൽ ബിഗ് ബോസിന് തിരിച്ച് അവരോട് പറയാനുള്ള കാര്യങ്ങളായിരുന്നു. അതിനകത്ത് സാബുമോൻ്റെ കേസിലാണ് എനിക്ക് ഫുൾ കോമഡി തോന്നിയത്. കാരണം സാബുമോൻ്റെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ പൗഡർ കിട്ടുന്നില്ല എന്നുള്ളൊരു. ഞാൻ എന്താ പറയുന്നത്, അവിടെ നിന്ന് പറയാ ചിരിച്ചുകൊണ്ട് പറയത്തില്ല കേട്ടാ അവിടെ പ്രോട്ടീൻ പൗഡർ ഇടയ്ക്ക് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് പറയുക, നിങ്ങൾ ജിമ്മിൽ പോകാനെ കൊണ്ടല്ലല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതെന്ന്. അതായത് കറക്റ്റ് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് ചോദിച്ച് ഒരു ടാസ്ക് കൊടുത്തിട്ട് അവർ നെഗറ്റീവ് എന്താണെന്ന് ബിഗ് ബോസിന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു. ഓരോരുത്തർക്കും നെഗറ്റീവായിട്ട് പല കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ ജനുവനായിട്ട് തോന്നുകയും ചെയ്തായിരുന്നു കേട്ടോ. ചില കാര്യങ്ങളൊക്കെ തോന്നുകയും ചെയ്തു. ശരിയാണല്ലോ, അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ തോന്നിയായിരുന്നു. ആ സെയിം സാധനം അവർ ചോദിച്ചതിന് ശേഷം ബിഗ് ബോസ് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ട് എല്ലാവരും സോറി വാങ്ങിക്കുക. അവരെല്ലാം സോറി പറയുക. വെറുതെ ഒരു സോറി വാങ്ങിക്കാനായിട്ടൊരു ടാസ്ക് കൊടുക്കുന്നത് എനിക്ക് ഞാൻ കണ്ടപ്പോൾ തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അനീഷിൻ്റെ അടുത്ത് മറ്റേ ചപ്പാത്തി കേസ്, അതായത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കാര്യം പറഞ്ഞ് എന്താണ് അനീഷ് കാര്യങ്ങൾ എന്തായിരുന്നു കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അനീഷിന്റെ കാര്യം പറയുന്നുണ്ട്. അക്ബർ നേരം ക്ലാരിറ്റി ആയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല ഇത്ര
വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വാക്ചാതുര്യം അടിപൊളിയാണ് അദ്ദേഹത്തിന്റെ. പറഞ്ഞത് ഫലിപ്പിക്കാനെ കൊണ്ട് നമുക്കത് മനസ്സിലാവും കേട്ടോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അദ്ദേഹം പറയുന്നത് പോയിന്റ്. പ്രശ്നം ഒരു ഹൗസിൽ ഒരു പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തിനെ കുറിച്ച് ഇത്രത്തോളം വ്യക്തതയോടെ പറഞ്ഞ് തരുന്നൊരു കണ്ടസ്റ്റന്റ് നിലവിലൂടെ വേറെ ഇല്ല. കാരണം പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ന കാര്യങ്ങൾ കൂട്ടലോ കുറയ്ക്കലോ ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാം എന്തുവാ ഒരൊറ്റ മെഷർമെന്റിൽ പോവാന്ന് പറയത്തില്ല സംസാരം, അതേ രീതിയിൽ പറഞ്ഞു വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരിടത്തും ഇത് വരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിനകത്ത് കൂടുതലും പിന്നെ കേക്ക് കൊടുത്തില്ലെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് വരുന്ന ഫുഡിന്റെ കാര്യം ലാലേട്ടൻ എനിക്കത് ക്ലിയർ ചെയ്യാനെ കൊണ്ട് തന്നെ എനിക്കൊരു കഴിഞ്ഞ പ്രാവശ്യം ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഒരു കേക്ക് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇന്നലെ അത് അവർ ഈ ടാസ്കിന്റെ ഇടയ്ക്ക് പരാതി ഒഴിയലാന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു കേക്ക് തരാമെന്ന് പറഞ്ഞ് തന്നിട്ടില്ലാന്ന്. അപ്പം ഇടയ്ക്ക് ലാലേട്ടൻ കേക്ക് കൊടുത്തിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ പോയത്. കഴിഞ്ഞ ദിവസം കിച്ചണിൽ നടന്നപ്പോൾ അതേ അടി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കേക്കിന്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കും. എന്തോ കാര്യത്തിന് മഹാമോശവും നാണക്കേടുമാണ് ഒരു കേക്കിന് വേണ്ടി. അത് സാധാരണ ഒരു അവർ നിൽക്കുന്ന വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ ഓക്കെ. അത് ഇപ്പൊ കൊച്ചു പിള്ളേരെ കൊണ്ട് ഇട്ടേക്കുന്നതിന്റെ കൂട്ടം ഓരോന്ന് വാരിക്കൊണ്ട് പോകുന്നതിനും എടുക്കുന്നതിനും അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബഹളം. വീക്കെൻഡ് എപ്പിസോഡില് അതും ലാലേട്ടൻ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡില് അതിനിടയ്ക്ക് ലാലേട്ടൻ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഇവർ ഈ കച്ചറ കാണിക്കുന്നത്. അദ്ദേഹം മാറിപ്പോയെന്ന് പറഞ്ഞാൽ കാണുമെന്നൊരു ബോധം വേണ്ടി വരും. അത് വളരെ മോശമായിട്ട് തോന്നി. കാരണം ജിസേൽ ഒരു വഴി കൂടെ സ്പൂണും കൊണ്ട് വരുന്നു, പിന്നെ വേറെ ഒരാള് കൈയിട്ടെടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അനുമോള് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാനാണ്. അനുമോള് ഇതുപോലെ ഷോ ഓഫ്. ഈ അനുമോളുടെ കാര്യത്തിൽ കിച്ചൺ ഇതിനു മുമ്പ് അനുമോള് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, കിച്ചൺ ടീമിലുള്ളപ്പം അനുമോള് ആ കിച്ചൺ അടുക്കള ഭരണം അങ്ങ് സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു രീതിയിൽ അത് വളരെ ഓവറായി. ഞാനാണ് എല്ലാത്തിനും അധികാരി, എനിക്കാണ് മേൽക്കോയ്മ ഇവിടെ കിച്ചണിൽ, ഞാൻ കഴിഞ്ഞ ഉള്ള ഒരാൾക്ക് അറിയാവൂ, അല്ലെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്കറിയാം. അങ്ങനെയൊക്കെയുള്ളൊരു ചീപ്പ് മെന്റാലിറ്റി അനുവിനുള്ളത്. അനുമോളുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങ് ക്യൂട്ട്നെസ് ഓവർലോഡ്, പിന്നെ എന്താണ് ആ ഒരു കുലസ്ത്രീ പരിവേഷമൊക്കെ ശരിക്കും അനുമോളുടെ. അത് 30 വയസ്സായ ഒരു സ്ത്രീയാണ് ഈ കൊച്ചു പിള്ളേരെ കാണിക്കുമ്പോൾ കിടന്ന് കരഞ്ഞു മെഴുകുക. ഈ കേസിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഈ കേക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ കേസിൽ അതവിടെ ഒരു വിഷയമായി. ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ കേക്കിന്റെ കാര്യത്തിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുമോള് പറയുന്നു, ഭക്ഷണം എത്രത്തോളം മാന്യതയോടെ ഞാൻ കാണുന്നൊരു സാധനമാണ്, അത് ഇതിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തർക്കും പീസായിട്ട് കൊടുക്കത്തില്ലേ? അനുമോൾ അവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക്. അതുകൊണ്ട് അതിനിടയ്ക്ക് പറയുന്നുണ്ട്. അതൊന്നും അതിനൊരു കുഴപ്പമില്ലല്ലോ ആ ഒരു കാര്യത്തിൽ. എന്റെ കാര്യത്തിൽ ഒരു നിലപാട്, മറ്റുള്ളവരുടെ കാര്യത്തിൽ വേറൊരു നിലപാട്, അത് ശരിയല്ല ഒരു കാര്യത്തില്. ലാലേട്ടൻ അന്നേരം അവിടെ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരണോ, അതിലും നല്ലത് തരാതിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങക്ക് തരണോ അത് തരണ്ടായോ? ഉടനെ അപ്പൊ അനു പറഞ്ഞു എന്നാ പിന്നെ അതിലും ഭേദം ഇങ്ങോട്ട് തരാതിരിക്കുന്നതല്ല. ഉടനെ ആവലെ കയറി പറയുന്നുണ്ട്, അങ്ങനല്ല ലാലേട്ട, അനുവിന് വേണമെങ്കിൽ അനു കഴിക്കണ്ട, ഞങ്ങൾക്ക് വേണം. അത് കറക്റ്റ് കാര്യമാണ്. അനു കഴിക്കണ്ട. ഭക്ഷണത്തിന്റെ പേരിൽ ബഹളം വെക്കുവാണ്, മറ്റുള്ളവർ അനുവിന് ഇത് കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, അനു കഴിക്കണ്ട. അവിടെ ഒരു കാര്യം അല്ലെ, ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്ന അതിനകത്തെല്ലാം ഈ അനു കയറി വീതിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അനുമോക്ക് വേണമെങ്കിൽ അനുമോള് കട്ട് ചെയ്തിട്ട് പോകണം, അത് കൂടുതലോ കുറവ്, ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കിയുള്ളവർ നോക്കത്തില്ലേ. അതെ, ഒരു കേക്കല്ലേ, അത് അവരോട് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കട്ടെ. അനുമോക്ക് വേണമെങ്കിൽ അനുമോക്ക് വേണ്ട അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് താങ്കൾ മാറുക, ബാക്കിയുള്ളവർ അവരെന്തോ എന്തെങ്കിലും കാണിക്കട്ടെ. അനുമോള് ചെയ്യത്തില്ല. ഇല്ല, എനിക്ക് എല്ലാത്തിലും മുന്നേ നിൽക്കണം, ഞാൻ വേണം ഇവർക്ക് വീതിച്ചു കൊടുക്കാൻ, ഞാൻ കഴിഞ്ഞോളൂ. അനുമോടെ ഗെയിം പ്ലാൻ നിങ്ങളൊന്ന് നോക്കി. പ്രേക്ഷകർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് എൻ്റെ അഭിപ്രായമാണ്, നിൻ്റെ അഭിപ്രായമാണെങ്കിൽ നീ യോജിക്കുന്നു. അനുമോള് ഈ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാനെ കൊണ്ട് ഉള്ള കുറച്ച് പൊടിക്കൈകളുണ്ട് അനുമോടെ കയ്യിൽ.
അതെന്ന് അത് പറഞ്ഞാൽ കഴിഞ്ഞ അങ്ങ് ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടില്ല അതിന്റെ കാര്യം. ആ നിവിന്റെ കേസിൽ തന്നെ നിവിന് എനിക്ക് എന്താ ഫാമിലിയുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് അല്ല ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നാൽ എനിക്കത് അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എനിക്ക് അദ്ദേഹത്തെ വന്നാൽ എനിക്ക് അത്ര സന്തോഷമെന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീപ്പ് ഷോ ആണ്. ഇങ്ങനെ അതിൽ അനു എന്തിനാ അഭിപ്രായം പറയുന്നത്? അത് നിവിന്റെ ഇഷ്ടമാണ്, നിവിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ അനു പറയുന്ന എപ്പിസോഡിൽ കാണിക്കുന്നുള്ളത് നീ മാറും, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നീ അത് നിന്റെ അഭിപ്രായം നീ മാറ്റും, നമുക്ക് അവസാനം വരെ കൂടെ ഉണ്ടാകും, നമ്മുടെ കൂടെ പിറപ്പുകളാണ്, ഞാനത് മാറ്റുമെന്ന്, ഞാൻ നിനക്കത് മനസ്സിലാക്കി തരും, ഞാൻ മാറ്റും. നിവിന് ഈ ഫാമിലി വീക്കിൽ നിവിൻ പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ നിവിൻ്റെ ഫ്രണ്ട് വരുമെന്നായിരുന്നു. അപ്പം ഫ്രണ്ടുമായിട്ട് അത്രയ്ക്കത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിവിനുള്ളത്. അപ്പം നിവിൻ്റെ വീട്ടിൽ നിന്ന് ആ ഫ്രണ്ട് ഏതാന്ന് എനിക്ക് ഏകദേശം അറിയാം, ഫ്രണ്ടിൻ്റെ കാര്യം നമുക്ക് പറയണ്ട. അപ്പം നിവിൻ്റെ വീട്ടിൽ നിന്ന് വന്നത് അനിയത്തിയും അമ്മയുമാണ്. അപ്പം അവരെക്കാട്ടിലും കൂടുതലായിട്ട് നിവിൻ പ്രതീക്ഷിച്ചത് ഫ്രണ്ടിനെയായിരുന്നു. പക്ഷെ ഇതൊരു ഫാമിലി വീക്ക് ആയതുകൊണ്ട് ബിഗ് ബോസ് സ്വാഭാവികമായിട്ട് ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ. അവർ വന്നതിന് ശേഷം പോയി. അതുകൊണ്ട് നിവിൻ അവർ വന്നെന്ന് പറഞ്ഞ് നിവിൻ എന്നാൽ അത്രയ്ക്ക് ഇതായിട്ടില്ല. കുറച്ചുകൂടെ മറ്റവർ ഈ അമ്മയും അനിയത്തിയൊക്കെ അവൻ എപ്പോഴും കാണുന്നതാണ്. അത് അവൻ്റെ കാഴ്ചയിൽ അത് അവന് ബെറ്റർ ആയിട്ട് ഒരു ഫ്രണ്ട് തന്നെ വരണമെന്ന് തോന്നി. അത് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് അത് നമ്മുടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയുമാണ് വലുത്, അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അത് സത്യമാണ്. ശരിയാ. നമ്മുടെ പേരൻസ് കഴിഞ്ഞിട്ട് പേഴ്സണൽ സ്പേസ് ഉണ്ടാവുമല്ലോ, പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ അനുവിന് ഇടപെടേണ്ട കാര്യമില്ല. നമുക്കും നമ്മുടെ പേരൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നെവിൻ്റെ വീട്ടിലെ ജീവിത സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഓരോരുത്തർ അനുമോളിപ്പം അനുമോടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അനുമോൾ അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആകണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ എനിക്ക് തോന്നുന്നത് അത് കുടുംബവുമായിട്ട് കൂടുതൽ ഞാൻ ഇഴുകി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബം കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റെന്തും അന്ന് നമ്മളെ കൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കുടുംബ പ്രേക്ഷകരെ കൂടുതൽ സപ്പോർട്ട് കിട്ടാനെ കൊണ്ട് അനുമോള് കളിക്കുന്ന ഒരു ഷോയാണിത്. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനെ കൊണ്ടുള്ളത്. അപ്പം അനുമോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു പോകാനെ കൊണ്ട് നോക്കുക. കാരണം പുറത്ത് അത്യാവശ്യം സപ്പോർട്ടൊക്കെ അനുവിനുള്ളതാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പോഴിപ്പോഴ് നേരത്തെ നമുക്ക് അത്യാവശ്യം സപ്പോർട്ടിന്റെ കാര്യം നമുക്കൊന്നും പറയണ്ട. നേരത്തെ അനുമോടെ ഗെയിമൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അതങ്ങോട്ട് എന്തോ എനിക്കങ്ങോട്ട് അനുമോടെ ഈ ഗെയിം പാറ്റേണിൻ്റെ അടുത്ത് അങ്ങോട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എന്ത് ഗെയിം പാറ്റേൺ എന്തെങ്കിലും ഗെയിം ആയിക്കോട്ടെ അത് ഒരു പാറ്റേൺ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഡ്രാമ. പിന്നെ അനുമോടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന അനുമോടെ കാര്യം പറഞ്ഞ് നമ്മൾ അനുമോടെ ഹേറ്റേഴ്സ് ആയി പോകും, മറ്റാരുടെയും ഫാൻസ് ഒക്കെ ആണെന്ന് പറയും. അതുകൊട്ടെ അനുമോടെ കാര്യം അതായിരുന്നു. ഇന്ന് അത് ലാലേട്ടൻ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എടുത്തോണ്ട് നിങ്ങൾ മാറുക, മറ്റുള്ളവർക്ക് വേണ്ടത് അത് ലക്ഷ്മി പറഞ്ഞത് ഓക്കെയാണ്. ആരും അറിയാതെ ലക്ഷ്മി ഒരു 3 കഴിഞ്ഞ ദിവസം 3 ഒരു മട്ടന്റെ പീസ് കിടന്ന് ബഹളം വെക്കുമ്പോൾ ലക്ഷ്മിയുടെ 3 മട്ടൻ പീസ് അവരാരും പറഞ്ഞിട്ടില്ല. അവരെ ബഹളം വെക്കി ലക്ഷ്മി എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു. ഇപ്പൊ തന്നെ ഹൽവ അല്ലല്ലോ കേക്കിന്റെ കേസ് 2. പക്ഷെ അത് ലക്ഷ്മി പറഞ്ഞപ്പോഴും അത് പ്രസന്റ് ചെയ്ത രീതി കണ്ടോ, അതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഒന്നും ആകാതെ ഒരു വിഷയമൊന്നും ആകാതെ ലക്ഷ്മി അത് സ്മൂത്തായിട്ട് പറഞ്ഞു പോയി. അങ്ങനെ ആർക്ക് വേണേലും ചെയ്യാം. അവിടെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാകാം, വഴക്കില്ലാതെ ഫുഡ് കഴിക്കാം അവിടെ. അതെ, അപ്പോൾ ഫുഡ് വേസ്റ്റും ആകത്തില്ല. ഈ ഫുഡിന്റെ പേരിൽ ഈ സീസണിലാണ് ഇത്ര ഫുഡിനെ ചൊല്ലി ബഹളം നടക്കുന്നത്. ഈ ഒരു സീസണിൽ മാത്രമുണ്ട്. ഒരു സീസണിൽ ഞാൻ കണ്ടിട്ടില്ല ഫുഡിനെ ചൊല്ലി ഇതുമാതിരി ബഹളം വെക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നമ്മുടെ ആര്യൻ ജിസേൽ ഇഷ്യൂവിനെ കുറിച്ച്, അതായത് ഒനിയിൽ ചില കാര്യങ്ങൾ കണ്ടെന്ന് പറയുന്നതും അതിനകത്ത് അക്ബർ ഇടപെടുന്നതും, പിന്നെ അക്ബർ ഈ വിഷയം വീണ്ടും പൊക്കിക്കൊണ്ട് വന്ന് അത് ഹൗസിനുള്ളിൽ ഒരു പ്രശ്നമാകണമെന്നുള്ള രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്ത് എന്നുള്ള രീതിയിൽ ഒനിയിൽ പറഞ്ഞതും, പിന്നെ ജിസേൽ ഒനിലിൻ്റെ അടുത്ത് വന്ന് പറയുകയും അവരുടെ ഇടയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ലാലേട്ടൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ശരിക്കും കയറി കത്തി
അത് ലാലേട്ടൻ നമ്മുടെ അന്ന് നടന്ന സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാലേട്ടന് സ്ക്രീനിനകത്ത് ഈ സംഭവം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് 3 ക്ലിപ്പുകളാണ് നമുക്ക് പ്ലേ ചെയ്തത്. ആദ്യം അക്ബറും ഒനീലും കൂടി ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഒനീൽ പറഞ്ഞു, ഈ കാര്യം ഞാൻ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യം ഞാനൊരു ഇൻസിഡൻറ്റ് കണ്ടതാണ്, പക്ഷെ അത് ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനെ കൊണ്ട് എനിക്ക് താല്പര്യമില്ല. അപ്പം അക്ബർ പറയുന്നുണ്ട്, നീ പിന്നെ അത് നിൻ്റെ ഡയറക്റ്റ് ഗെയിം അല്ലേ, എന്തിനത് പറയുന്നത്? അന്നേരം പറഞ്ഞു, ആ മറ്റേ ഇൻസിഡൻറ്റിൽ എനിക്കിപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി, പക്ഷെ അത് ഞാൻ പബ്ലിക്കലി പറയാനെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഒനീൽ പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് അക്ബർ ഈ വിഷയം ജിസേലിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ ഒനീൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഇനിയും ഒനീൽ ഈ വിഷയം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനെ കൊണ്ടുള്ള കാര്യം കുറച്ച് ടിപ്സൊക്കെ ഒനീലിന് പഠിപ്പിച്ചു കൊടുക്കാനെ കൊണ്ടാണ് അക്ബർ നോക്കിയത്. എന്നിട്ട് പിന്നെ അതിന് ശേഷമായിട്ട് അവർ വൈകിട്ട് വീണ്ടും ഒനീലും ജിസേലും ഒക്കെ 1 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ രാത്രിയിൽ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ അതൊരു അവിയൽ പരുവമായിട്ട് ആ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഒരു തെറ്റിദ്ധാരണ പോലെ അക്ബർ ഒരു കുത്തിത്തിരിപ്പാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് ഹൗസിനകത്ത് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞ 6 ഭാഗത്ത് തെറ്റ് 6 ഭാഗത്ത് അവനവന്റെ ചായ്വിൽ സംസാരിച്ച് വളച്ചു, അത്രേ ഉള്ളൂ. തെറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്തപ്പം ഒനീലിന്റെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒനീൽ അങ്ങനെ ഒരു ആര്യനെ പറ്റി പറഞ്ഞപ്പോ പിന്നെ ഇന്ന് അദ്ദേഹം അത് നിഷേധിക്കുകയല്ല, ഞാനത് അന്നേരത്തെ ടോക്കിനിടയിൽ ഞാൻ പറഞ്ഞു പോയതാണെന്ന രീതിയിലാണ് പറയുന്നത്. അതെ, അക്ബറിന്റെ ഭാഗത്തു നിന്നും കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഹൗസിലെ ആൾക്കാർ ഈ ഒരു വിഷയത്തെ പറ്റി അവിടെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു നാളത്തെ എപ്പിസോഡിൽ ജിസേലാണെന്ന് തോന്നുന്നു ഔട്ടായി. അങ്ങനെ നമുക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്, അത് സത്യമാണോ അതോ അങ്ങനെയാണെന്ന് അറിയത്തില്ല. നാളത്തെ എപ്പിസോഡ് വരെ അത് കാത്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വിഷയം ഇന്നത്തെ എപ്പിസോഡ് കൂടെ അത് തീരുവാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർ സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ വിഷയം കളയുക. അത് എപ്പോഴും എടുത്തിട്ടിട്ട് ആ ഒരു വിഷയം വേറെ രീതിയിലോട്ട് പോകാനെ കൊണ്ട് നോക്കാതിരിക്കുന്നതാണ് ഇനി അവിടെ എല്ലാവർക്കും നല്ലത്. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഓരോ കണ്ടസ്റ്റന്റുകളും കുറഞ്ഞു വരിക. ഒഴിവാക്കി ഗെയിം കളിക്കാൻ നോക്കുക, അതേ ഉള്ളൂ. ഇനി ആകെ 4 വീക്ക് തോന്നുന്നു അല്ലേ, 4 വീക്ക്. അത് ഇനി കുൽസിത ഒഴിവാക്കുക, അതിന് സമയം കഴിഞ്ഞു പോയി, അതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ പുതിയ ഗെയിം, പുതിയ സ്ട്രാറ്റജീസ് നിങ്ങൾ മാറ്റി പുതിയ ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്ത് ഗെയിം കളിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇതിന്റെ സമയങ്ങൾ കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ ഓക്കെ ആയിരുന്നു, അത് ഇനി അതൊന്നും ഇല്ല, അതിനൊക്കെ കഴിഞ്ഞു, ആ ഒരു സമയം കഴിഞ്ഞു. ഇനി അതൊന്നും എടുത്തോണ്ട് വരേണ്ട കാര്യമില്ല. ആ ഒരു വിഷയത്തിന് ശേഷം അത് ഏകദേശം ലാലേട്ടൻ ഒരു പരിധിക്ക് പിടിച്ച് ഇരുത്തിയെന്ന് വേണം പറയാൻ അല്ലേ. അതായത് ഒനീലും അക്ബറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വാക്പോര് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് 6 ഭാഗത്താണ് തെറ്റ്, 6 ഭാഗത്താണ് ശരി എന്നുള്ള ഒരു രീതി സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഐഡിയ കിട്ടത്തില്ല. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന 3 ടീമുകൾ, അത് ജിസേലാണെന്ന് പറഞ്ഞാലും ഒനീലാണെന്ന് പറഞ്ഞാലും അക്ബർ ആണെന്ന് പറഞ്ഞാലും ആര്യനാണെന്ന് പറഞ്ഞാലും അവിടെ പറയുന്ന ഒരു കാര്യം ഇവിടെ വേറെ രീതിയിൽ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ജിസേല് പോസസീവ് ആയിട്ടുള്ള കാര്യം ആര്യന്റെ കേസില് ലക്ഷ്മി അതിപ്പോ ആ ഒരു വിഷയത്തില് ജിസേൽ ഇത്രത്തോളം ജിസേല് ആര്യനുമായിട്ട് എനിക്ക് അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയത്തില്ല. അത് ഇപ്പം ഒരു ലവർ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു ടെൻഷൻ മറ്റൊരാൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഇടയിലേക്ക് കടന്നു വരുമ്പം നമുക്ക് ഒരു ഇത് തോന്നും. പക്ഷെ ഞാൻ എത്ര നാൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ ആര്യനായിരിക്കും ഇതിൽ നിന്ന് ഈ ഒരു അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. ജിസേല് ഭയങ്കരമായിട്ട് ഇമോഷണലാണ് ആര്യന്റെ കേസിൽ. അതിനിടയ്ക്ക് ആര്യൻ മോഹൻലാൽ എന്താണ് ആര്യൻ ഇങ്ങനെ ജിസേല് വന്നിരുന്ന് ഇങ്ങനെ ഒരു ടോക്ക്, അതായത് അവരുടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്,
അല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്ക് എന്തായാലും കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കണമെന്ന് തോന്നി, ഇവള് വന്നിരുന്നു ഞാൻ പറയും അങ്ങനെ ഞാൻ പറയും അങ്ങനെ അത് ജിസേലിന് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് അപ്പൊ ഞാൻ നിനക്ക് ഞഞ്ഞഞ്ഞല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് 2-3 പ്രാവശ്യം പുള്ളിക്കാരി അതിങ്ങനെ അങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ സാധാരണ കാര്യം ആരെങ്കിലും അത്രത്തോളം മനസ്സിനെ വേദനപ്പെടുത്താനെ കൊണ്ടുള്ള രീതിയിലുള്ള ഒരു റിലേഷൻ ആണ് ഇവർക്കിടയിൽ. ഇന്നെനിക്ക് തോന്നുന്നു ജിസൈൽ അത് അങ്ങനെയാണ്. ജിസേൽ അത് അങ്ങനത്തെ രീതിയിലാണെന്ന് കാണുന്നത്. എന്ത് വന്നാലും നാളത്തെ ദിവസം കൊണ്ട് ജിസേല് അത് ഓർത്ത് പുള്ളിക്കാരി ആ വാക്ക് തന്നെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് എപ്പിസോഡിന്റെ അവസാനം. പക്ഷെ ഇവര് ഈ ഒരു കോംബോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്ക് അധികമായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അവർ ജസ്റ്റ് മിണ്ടുന്നുണ്ട് പക്ഷെ പണ്ടത്തതുപോലെ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചിരുന്ന് ഒരാൾക്ക് വേണ്ടി ഒരാൾ സംസാരിക്കുക എന്നുള്ളൊരു രീതി മാറ്റി രണ്ടുപേരും രണ്ട് രീതിയിൽ രണ്ടു പേർക്കായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആര്യന്റെ ഗെയിം ഓണായി. ജിസേലിനെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ജിസേലിന്റെ ഗെയിം ഇനി അവിടെ ഒന്നും ചെയ്യാനേ കൊണ്ടില്ല. ആ ഒരു കോംബോ പോയപ്പോഴത്തേക്ക് മനസ്സിലായി. പക്ഷെ കഴിഞ്ഞ ദിവസം ബാത്റൂമിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഉള്ള ഒരു ജിസേലിനെ ഞങ്ങൾ ഇന്നലെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു, അത് കാണാൻ സാധിച്ചായിരുന്നു. പക്ഷെ അത് ആ നെവിൻ്റെ കൂടെയുള്ള ആ ഒരു വൈബിലങ്ങ് പുള്ളിക്കാരി ചെയ്തു പോവാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ആര്യൻ കോംബോയ്ക്കകത്ത് കുടുങ്ങി കിടക്കുക. അതെ, അത് മാത്രമല്ല ജിസേലിനോട് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ ആരുമില്ല, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാനില്ല, എന്തെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിന്റെ പേരിലില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും എന്താ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ ആര്യന്റെയും എന്താ തൻ്റെ വിഷയം മാത്രം ആരെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം. അത് ഗെയിമാണോ എനിക്കറിയത്തില്ല. പിന്നെ അനുമോളുമായിട്ടുള്ള ഒരു ഈഗോ അത് വന്ന ദിവസം തൊട്ടേ ഉണ്ടായിരുന്ന അനുമോൾ ജിസേൽ തമ്മിലുള്ള ഒരു ഈഗോ. പക്ഷെ അന്ന് വന്ന സമയത്ത് ഞാൻ ഈ അനുമോൾ എന്താ പറയുന്നേ, ജിസേൽ പറയുന്നതല്ലേ കാര്യം, ആ ചൂലിന്റെ വിഷയം നമ്മുടെ ഈ എന്തുവാ ഇറുക്കിലെ ചൂര് ഇരുന്ന് തൂത്താലേ ആ മാറ്റിന്ന് പോകും. അതുകൊട്ടെ അതൊക്കെ വന്ന സമയത്ത് അന്നത്തെ ജിസേലിനെ കാണുമ്പം ആ ഒരു ഗുണ്ടാഗുണ്ടി പ്രയോഗങ്ങളൊക്കെ ഉള്ള ആ ഒരു സമയത്ത് അതൊക്കെ നല്ലതായിരുന്നു. അതന്നേരം കോംബോ കയറിയതോടെ ജിസേലിന്റെ മൊത്തം 2 പേര് ഇതിപ്പോ ഇത്രയും ഈ വീക്ക് വരെ ഇന്നത് അവരുടെ ഭാഗ്യമാണ്. പോവാണെങ്കിൽ കുഴപ്പമില്ല, നല്ലത് പോട്ടെ. ഗെയിം കളിക്കുന്നവരും രണ്ടുപേരാണ് പോയത്. അപ്പോഴും ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ സാബുമാൻ ഇപ്പോഴും അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട്. അതാണ് സാബുമാനെ സത്യം പറയാൻ നമുക്ക് പേഴ്സണലി ഒരു വിധത്തിലുള്ള ഒരു ഇഷ്ടക്കേടൊന്നും നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ഓരോ വീഡിയോസിൽ ഞാൻ വന്ന് പറയുന്നുണ്ട് സാബുമാനോട് വെറുതെ ഇരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഇതാനും തോന്നരുത് കേട്ടോ. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന് നല്ലൊരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം ഒരു ജെമ്മാണ് സത്യം പറഞ്ഞാല്. പക്ഷെ അദ്ദേഹം ഈ ഒരു റിയാലിറ്റി ഷോയ്ക്ക് പറ്റിയ ആളല്ല. അതാണ് കാരണം. ഇതിനകത്ത് ഈ സാബുമാൻ്റെ ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് ഇല്ല. പിന്നെ പുള്ളി എപ്പോഴും പോസിറ്റീവാണ്. ആ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും ഒരാളെ ടാർഗറ്റ് ചെയ്യാനെ കൊണ്ടൊന്നും ഇന്നുവരെ പോയിട്ടില്ല. ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് ഇത്രത്തോളം നിഷ്കളങ്കനായി നിൽക്കുന്ന ഒരാൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പൊ സാബുമാൻ അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവിടെ പിടിച്ചു നിൽക്കുന്നത്? അല്ലെങ്കിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ആഴ്ചയിൽ അനീഷ് നോമിനേഷന് വന്നിട്ടില്ല, ഷാനവാസ് ഇല്ലായിരുന്നു, അക്ബർ ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ വോട്ടുകൾ സാബുമാന് പോകുന്നുണ്ടോ എന്ന് മേ ബി നമ്മൾ ഉറപ്പ് പറയുന്നില്ല. അങ്ങനത്തെ മറ്റുള്ള ഫാൻസുകാരുടെ വോട്ട് ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കാം സാബുമാന്. ഇല്ലാതെ ഇനിയിപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇവരെല്ലാവരും കൂടി കണ്ടസ്റ്റന്റുകളെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് നോമിനേഷന് വന്ന് നോക്കിക്കേ, അന്നുള്ള സാബുമാൻ തീർച്ചയായിട്ടും പോകും. നമ്മളിപ്പോൾ ഈ ആദില നൂറയുടെ കേസ് പറയത്തില്ലേ, ആദില നൂറയുടെ കേസിൽ ഇപ്പോൾ ഈ ആഴ്ച ആദിലയും നൂറയും എവിക്ഷൻ അതുകൊണ്ട്. പക്ഷേ ഈ വീക്ക് എനിക്ക് തോന്നുന്നു അവർ അത്യാവശ്യം വോട്ടിങ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല എത്രയാണ്. പക്ഷേ ഈ വീക്കിൽ രണ്ടുപേരും സേവ് ആണ്. കാരണം നാളെ ജിസേലാവുമെന്നാണല്ലോ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒനിയലിൻ്റെ ഈ എവിക്ഷൻ കൂടാണ് ഇന്നത്തെ ദിവസം ഭയങ്കര കഴിഞ്ഞ നമ്മുടെ ജിഷിന്റെ എവിക്ഷൻ നടന്നപ്പം അൺഫെയർ എന്ന് പറഞ്ഞത്. അൺഫെയർ എന്ന് പറയാൻ പറ്റത്തില്ല.
പക്ഷെ അങ്ങനെ അല്ലെന്ന് നമുക്ക് തോന്നി. കാരണം നമ്മൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് കാണുമ്പോൾ എല്ലാം മോനിയിലായിരുന്നു ഏറ്റവും താഴെയുള്ളത്. ആ അൺഒഫീഷ്യൽ വോട്ടിംഗ് ലിസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ മുഖവിലേക്ക് എടുക്കാൻ കൊള്ളില്ല പറ്റത്തില്ല ഇപ്പം. കാരണം എന്താണെന്ന് ഇപ്പൊ ഈ 2 എൻ്റെ വീക്കായിട്ട് ഒരു അഭിപ്രായത്തില് ബിഗ് ബോസ് ഇവരുടെ ഈ വോട്ടിംഗ് ഒന്ന് പബ്ലിഷ് ചെയ്താൽ നല്ലതായിരിക്കും. എങ്ങനെ നമുക്ക് ഏകദേശം മനസ്സിലാകും. എൻ്റെ ഒരു അഭിപ്രായം. പുറത്തുള്ള ഈ കൺഫ്യൂഷൻസ് തീർന്നു കിട്ടും. അതെ, ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ജിസേലിന്റെ അൺഫെയർ എവിക്ഷൻ ആണ്, ചിലർ പറയുന്നുണ്ട് ജിസേൽ പോകണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണോ ജിസേലിന് വോട്ട് കുറവ് എന്നുള്ള കാര്യം അറിയത്തില്ല. എന്താണെങ്കിലും ജിസേലിന്റെ ഗെയിം ഏകദേശം ഈ ആര്യം കോംബോ അവർ സെപ്പറേറ്റ് ആയപ്പോഴത്തേക്ക് ജിസേലിന്റെ ഗെയിം അവിടെ തീർന്നു. പിന്നെ ഇനി അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഷാനവാസൊക്കെ ഇപ്പം അത്യാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ലപോലെ വെറുപ്പിച്ച് തുടങ്ങി. പിന്നെ ബിന്നിയുടെയൊക്കെ ക്യാപ്റ്റൻസിയുടെ കേസും അവർ ജയിൽ വിഷയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നാളത്തേക്കിന് ചർച്ച ചെയ്യാനെ കൊണ്ട് വെച്ചേക്കുമായിരിക്കും. അപ്പം നാളെ എന്തുവാണെങ്കിലും ഒരു ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് നല്ല ചിരിച്ച് നല്ല ഇതായിട്ട് ഭയങ്കര എനർജിയിൽ നിൽക്കുന്നുണ്ട്. നാളെ ഇനി ആരുടെ എനർജിയാണ് അറക്കാൻ നിർത്തിയ ആടാണോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. ഒനിലിൻ്റെ എവിക്ഷൻ, പിന്നെ ഈ അക്ബർ, ഒനിയിലെ ജിസേല് ഒക്കെ തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ്, പിന്നെ ഏതാ മറ്റേ ലക്ഷ്മിയുടെ അല്ലേ, ലക്ഷ്മിയുടെ അല്ല മറ്റേ നമ്മുടെ അനുമോളുടെ കിച്ചൺ ഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെയായിരുന്നു. എന്തായാലും ഇനി വരുന്ന വീക്കില് അവിടെയുള്ള ഹൗസ് മേറ്റ്സ് ലാലായിട്ടും തന്നെ പറഞ്ഞു എന്നത് അനുവിനെ ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ കാര്യം. ഇനി അങ്ങനെ അനു ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അനു എന്തിന്റെ കാര്യമുള്ളത് അത് അവിടെ ലാലിനെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിന് അവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഹൗസ് മേറ്റ്സിന്. കാരണം ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് അപ്പൊ അവര് പ്രയോജനപ്പെടുത്തുമായിരിക്കും. എന്താന്നേലും ഈ പുറത്ത് ഹൗസിനുള്ളിൽ നടക്കുന്നതിനേക്കാളും ഭയങ്കര പ്രശ്നങ്ങളാണ് ഹൗസിന് പുറത്ത് നമുക്ക് ഇവിടെ നടക്കുന്നത്, പബ്ലിക്കിൻ്റെ ഇടയിൽ. കാരണം അതിനെക്കുറിച്ച് മാക്സിമം നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നാളെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനെ കൊണ്ട് ശ്രമിക്കാം. കാരണം പുറത്ത് അത്യാവശ്യം അനുമോടെ ഫാമിലി അകത്ത് കയറിയതിൻ്റെ ശേഷമായിട്ടൊക്കെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് നല്ല ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും പിന്നെ പലരുടെയും PR-ന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടത് തന്നെ ആവശ്യമാണ്. ഇതിൽ പറയാൻ നമുക്ക് പറ്റില്ല, കാരണം ലെങ്ത് ഒത്തിരി കൂടി പോകുന്നു. ഇപ്പൊ തന്നെ രാത്രിയായി. ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരുന്നു. അപ്പം നാളത്തെ ഇവക്ഷൻ എങ്ങനെ ആയിരിക്കും, നാളെ ലാലേട്ടൻ ഏതൊക്കെ ഇൻസിഡൻറ്റ് ഹൗസിലെ ഏതൊക്കെ ഇൻസിഡൻറ്റ് ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. അപ്പം ഇന്നത്തെ റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. പിന്നെ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ആ ലൈക്കും കൂടെ ഒന്ന് അമർത്തിയാൽ അത് ഞങ്ങൾക്കും വളരെ ഉപകാരമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഞങ്ങളെ അത് അറിയിക്കുക. മാക്സിമം ഏറ്റവും വൃത്തിക്കും വെടിപ്പായിട്ടും ഞങ്ങൾ ചെയ്യാനെ കൊണ്ട് ശ്രമിക്കും. അപ്പം നാളത്തെ വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ.